സാറേ, നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പുരാവസ്തു കടത്തിലേക്കും നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായിയുടെ പേര് പറഞ്ഞിരുന്നു. ആ വ്യവസായി പറ്റി അന്വേഷണം നീങ്ങുന്നു. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന് വ്യവസായിയുടെ മൊഴിയുണ്ട്. തമിഴ്നാട് ചെന്നൈ സ്വദേശി ഡി മണിയെന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു പിണറായി സർക്കാരിനെ ധാർമ്മികമായും രാഷ്ട്രീയപരമായും ഓരോ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, അതായത് ശബരിമല സ്വർണ്ണക്കള്ള പോയി അവസാനം വരാൻ പോകുന്നത് അന്താരാഷ്ട്ര ഭീകരനായ ദാവൂദ് ഇബ്രാഹിമിലേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യമാണ് വരുന്നത്. ഏകദേശം 50 ലക്ഷം കോടി രൂപ വില വരുന്ന പുരാവസ്തുവായിട്ട് ആൻറ്റിക്കായിട്ടുള്ള ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി എന്ന് പറയുന്നൊരു കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിൽ നമ്മൾ നന്ദി പറയേണ്ട രമേശ് ചെന്നിത്തലയ്ക്കാണ്. തനിക്ക് കിട്ടിയ വിവരങ്ങൾ കൃത്യമായി ആരാണോ തന്നത് ആ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് SITക്ക് അദ്ദേഹം വിവരങ്ങൾ കൊടുത്തു. നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഏകദേശം 10ഓളം ഞെട്ടിക്കുന്ന പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കടൽ കൊള്ളയും അതേപോലെ സ്പ്രിംഗ്ലർ വിവാദവും മരക്കൊള്ളയും തുടങ്ങി നിരവധി സംഭവങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പിന്നീട് അതൊക്കെ പുറത്തു വന്നെങ്കിലും ഈ കോവിഡ് കാലമായതിനാൽ ജനങ്ങൾ മുമ്പ് എല്ലാവരും TV-യിൽ കണ്ടുകൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ ആ വളിച്ച മുഖമായിരുന്നു. അന്ന് രക്ഷകനായി എല്ലാവരും പിണറായി വിജയനെ കണ്ടു. അങ്ങനെ അദ്ദേഹം കിറ്റും പെൻഷനും കൊടുത്ത് രണ്ടാമതും അധികാരത്തിൽ വന്നു എന്നുള്ള സത്യം. പക്ഷേ 2016 മുതൽ 2021 വരെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇതുവരെ പിണറായി വിജയൻ പോലും നിഷേധിച്ചിട്ടില്ല. സ്പ്രിംഗ്ലർ വിവാദം എന്ന് പറയുന്നത് എന്താ? പിണറായി വിജയൻ്റെ മകളാണ് അതിൻ്റെ പ്രധാന വില്ലത്തി. അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക്, സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് പിണറായി വിജയൻ്റെ മകൾ വഴിയാണ് ഇവിടുത്തെ ഡാറ്റാസ് കംപ്ലീറ്റ് കൈമാറിയത്. അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ജനങ്ങളുടെ കംപ്ലീറ്റ് വിവരങ്ങളാണ് കടത്തിയത്. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല ഒന്നും അറിയാതെ ഒരു പരാതിയുമായിട്ട് മൊഴി കൊടുക്കാൻ വേണ്ടി SITയുടെ മുന്നിലേക്ക് വരില്ല. അദ്ദേഹം സ്വയം സന്നദ്ധനായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം കൈമാറിയത്. ആ കൈമാറിയതിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിലൊരു മണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി തിരുവനന്തപുരത്ത് വന്ന് പിണറായി വിജയനെ കണ്ടുവെന്നും പിന്നീട് പിണറായി വിജയൻ ദുബായിൽ ചെന്ന് അബുദാബി UAE യാത്രയ്ക്കിടയിൽ ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ ഞെട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ശബരിമലയെ എങ്ങനെ കൊള്ള ചെയ്യാം, എത്രയോ കാലത്തെ പഴക്കമുള്ള ശബരിമലയിലെ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കടത്തി, പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി വിദേശത്ത് കൊണ്ടുപോയി ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള കൊള്ളക്കാർക്ക്, മാഫിയ തലവന്മാർക്ക്, അധോലോക നായകന്മാർക്ക് കൈമാറി എന്നുള്ള വിവരം വരുമ്പോൾ പിണറായി വിജയൻ എന്തിനാണ് വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം വരികയാണ്. ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമുക്കറിയില്ല ശരിയാണോ അല്ലേ എന്നുള്ളത്. ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. മണി തിരുവനന്തപുരത്ത് കണ്ട് ഇദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അറിവില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ശബരിമലയിൽ ഒരു തരി സ്വർണം അല്ലെ ഒരു എന്തെങ്കിലും ഒന്ന് മോഷണം നടത്തണമെങ്കിൽ അവിടെയുള്ള പത്മകുമാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒന്നും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം അവരൊക്കെ തന്നെ ഒരാളുടെ പിൻബലത്തിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് കൃത്യമായി പറയുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയല്ല, അധോലോക മാഫിയ കിങ്ങിൻ്റെ ഒരു പെർമിഷൻ ഇല്ലാതെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശം ഉണ്ടാവില്ലാതെ, അദ്ദേഹം കൂടി കൂട്ടിച്ചേരാതെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കടകംപള്ളിയും അതേപോലെ അവസാന മന്ത്രിമാരായവരും അതേപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയവരും എല്ലാം തന്നെ പിണറായി വിജയൻ പറയുന്ന പ്രകാരം പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയൻ തമ്മിലുള്ള വീഡിയോസും പല ചടങ്ങുകളിൽ പങ്കെടുത്തുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കടകംപള്ളിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മളെ ഡീലിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് നമ്മളെ പത്മകുമാർ എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് തന്നെ പിണറായി വിജയൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പറയുന്ന പ്രകാരം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റിയെങ്കിൽ മാത്രം അവിടെ പ്രസിഡൻ്റായാൽ മതി എന്നാണ്. എന്താണ് പ്രവർത്തിക്കേണ്ടത്? ശബരിമല കൊള്ള ചെയ്യണം. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതായത്
ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ശബരിമലയുടെ കീഴിൽ ഏകദേശം 1500ഓളം ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിലുള്ള എന്തൊക്കെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശബരിമലയിലുള്ള ഈ താഴികുടങ്ങൾ എന്നൊക്കെ പറയുന്നത് 200 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ളവയാണ്. പഴയ ചെമ്പാണ്. ഇതിലുള്ള പ്രത്യേകത ഈ 200 വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പിൽ പ്രത്യേക കെമിക്കൽ രൂപപ്പെടുകയും അത് ഇടിമിന്നൽ സമയത്ത് അതിൽ ഹൈ വോൾട്ടേജ് പ്രവേശിക്കുകയും അതിനെ ആഗിരണം ചെയ്യുകയും ചെമ്പിനുള്ള ആഗിരണം ചെയ്യാനുള്ള കഴിവ് അതിലുണ്ടാവുകയും അങ്ങനെ അതിന് മൾട്ടിപ്പിൾ എനർജി രൂപപ്പെടുകയും ചെയ്യും. 1998 കാലഘട്ടത്താണ് മല്യ അവിടെ സ്വർണം പൂശ എന്നുള്ള പേരിൽ 1 കോടി രൂപയോളം ചെലവ് ചെയ്ത് ശബരിമലയെ കസ്റ്റഡിയിലെടുത്ത് അവിടെ ഈ താഴെക്കുടങ്ങൾ അതിൻ്റെ സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് അഴിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് പിണറായി വിജയൻ്റെ കാലത്ത് ഈ സ്വർണ്ണ ഇത് കൊണ്ടുപോയിട്ട് എത്രണ്ണം കൊണ്ടുപോയി നമുക്കറിയില്ല. പിണറായി വിജയൻ കഴിഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇന്തോനേഷ്യയിൽ പോയിരുന്നു. ഇന്തോനേഷ്യയിൽ പോയിട്ട് അദ്ദേഹം അവിടെ ഒരു വലിയ ബിസിനസ്സിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ബിസിനസ് എന്താണ്? ഇത്തരത്തിലുള്ള റാൻഡം പവർ അടങ്ങിയ ഈ മെറ്റീരിയൽ അവിടെ വിൽപ്പനയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. അത് ഇറീഡിയം ബിസിനസ്സിന് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബസമേതമാണ് ഇന്തോനേഷ്യയിൽ പോയിരുന്നത്. അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പിണറായി വിജയൻ വിദേശത്ത് പോകുന്ന എന്തിനാണ്? ദാവൂദ് ഇബ്രാഹിമായിട്ടുള്ള ബന്ധമെന്ത്? ദാവൂദ് ഇബ്രാഹിമിനെ പിണറായി വിജയൻ കണ്ടിട്ടുണ്ടോ? ഡി മണിയെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വന്ന സംഭവങ്ങളൊന്നുമല്ല. ഇപ്പോൾ വന്നതിൻ്റെ 100,000 ഇരട്ടി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ശബരിമലയിൽ നിന്ന് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് അവസാനം നമ്മുടെ ബെല്ലാരി രാജ എന്നറിയപ്പെടുന്ന ഗോവർദ്ധനും അതേപോലെ പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരി സ്വർണം അതിൻ്റെ അകത്ത് നിന്ന് വേർതിരിച്ചെടുത്തിട്ട് കൊടുക്കുകയും 450ഓളം ഗ്രാം സ്വർണം ഈ ഗോവർദ്ധന വിറ്റു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗോവർദ്ധന അതിൻ്റെ അത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 1 കോടിയോളം രൂപ അദ്ദേഹം കൊടുത്തു, റെക്കോർഡിക്കലി കൊടുത്തു എന്ന് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം കുറ്റവാളിയെ വരുന്നില്ല. ഇപ്പോൾ ഗോവർദ്ധൻ അദ്ദേഹത്തിന് കിട്ടിയ സാധനങ്ങൾ വിറ്റു. ആ ഉണ്ണീഷൻ പോയിട്ട് സ്വർണം കൊണ്ട് കൊടുത്തു, അയാൾ വാങ്ങി അതിൻ്റെ പൈസ കൊടുത്തു എന്നുള്ളതേ വരാമുള്ളൂ. ഇത് ഡൈവേർട്ട് ചെയ്യിക്കാനും കൂടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഗോവർദ്ധനിൽ കൂടെ ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗോവർദ്ധനിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ കേസ് അവസാനിച്ചില്ലേ? അപ്പം പക്ഷേ ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ്, പുരാവസ്തുവാണ്. ആൻറ്റിക്കിന് എന്താ വില കിട്ടുക? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോടി രൂപ കിട്ടുക. നമ്മൾ മുമ്പ് എറണാകുളത്ത് മോൻസൺ മാവുങ്കലിൻ്റെ ഒരു കാര്യമുണ്ട്. 19 ലക്ഷം കോടി രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ 19 ലക്ഷം കോടി ഒരു ആൻറ്റിക്ക് വിറ്റതിൻ്റെ പേരിലാണ്. കാരണം ആൻറ്റിക്കിന് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള വിലയാണ്. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള വിലയാണ് വിദേശത്തൊക്കെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിലെ വിഗ്രഹമാണെങ്കിൽ അതിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഇതിലാണ്. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാറോ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റേ ഉണ്ണീഷൻ പോറ്റിയോ, വാസുവോ, അതേപോലുള്ള ഗോവർദ്ധനോ, പത്മകുമാർ ഞാൻ പറഞ്ഞല്ലോ, ഗോവർദ്ധനോ, പങ്കജ് ഭണ്ഡാരിയോ, അങ്ങനെയുള്ള തുടങ്ങിയുള്ള ആളുകളെല്ലാം യഥാർത്ഥ വില്ലന്മാർ എന്നുള്ളതാണ് വരാൻ പോകുന്നത്. ഇതിന് അന്വേഷണം ശരിയായ വിധത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ലെവലിലേക്ക് മാറുകയാണ്. അന്താരാഷ്ട്ര ലെവലിലുള്ള അധോലോക മാഫിയയുമായിട്ടുള്ള ബന്ധമാണ് മറനീക്കി വരുന്നത്. ഇതിന് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി മതിയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. കേരള ഗവൺമെൻറ് ഏജൻസി വരെ CBI വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ CBI നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുള്ള പല അന്വേഷണങ്ങളും അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കവിയൂർ കേസാണെങ്കിലും ലാവ്ലിൻ കേസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘട്ടം വന്നപ്പോൾ അട്ടിമറിക്കാൻ വേണ്ടി അതുവരെ അന്വേഷണം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെ അടക്കം മാറ്റി. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അശോക് കുമാർ ഉണ്ടായിരുന്നു. CBI ഡയറി കുറിപ്പിലെ സേതുരാമയ്യരെ പോലുള്ള ഒരാളാണ് അശോക് കുമാർ. ആ അശോക് കുമാറിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഒരു കഴിവില്ലാത്ത ഒരാളെ കൊണ്ടുവന്നു എന്നിട്ട് അന്വേഷണം അട്ടിമറിച്ചു. അതുവരെ പിണറായി വിജയനെ കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിച്ചിരുന്നു. പിന്നീട് പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ കിട്ടി. ആ പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ കിട്ടിയതോടുകൂടി പിണറായി വിജയൻ പേടിച്ചു. അപ്പം ദീപക് കുമാർ എന്ന് പറയുന്ന ചെന്നൈ സ്വദേശിയായ ദിലീപ് രാഹുലിൻ്റെ സുഹൃത്തായ ഒരാളെ കൊണ്ടുവന്നപ്പോഴുകൂടി അശോക് കുമാറിനെ മാറ്റി ഈ പിണറായി വിജയനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് കേസ് അങ്ങനെ അട്ടിമറിഞ്ഞ് പോകുന്നത്. അതേപോലെ ഇപ്പോൾ ശരിക്കും
ഹൈക്കോടതി നിരീക്ഷണത്തിൽ SIT അന്വേഷിക്കുന്നുണ്ട്. ആ SITക്ക് തന്നെ പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ ചൊൽപ്പടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി ശക്തമായി അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയനെ അയ്യപ്പൻ പൂട്ടും. ഇത്രയും കാലം പിണറായി വിജയൻ പല കേസുകളും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ജഡ്ജിമാർ കൈക്കൂലി കൊടുത്തിട്ടും, അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷായെ അടക്കം കയ്യിലെടുത്തും, അതേപോലെ BJPയെ വിജയിപ്പിക്കാമെന്നുള്ള ധാരണ ഉണ്ടാക്കിയും, അതേപോലെ ഗഡ്കരിയുമായി ധാരണയുണ്ടായി ഗഡ്കരിയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയും, അങ്ങനെ എല്ലാ വിധത്തിലും കച്ചവടം ചെയ്തിട്ടാണ് പിണറായി വിജയൻ രക്ഷിച്ചത്. പക്ഷെ അയ്യപ്പൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം അയ്യപ്പൻ തന്നെ പിണറായി വിജയനെ പൂട്ടും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.